ദീർഘനാളായി പാലം വേണമെന്ന ആവശ്യം സർക്കാർ പരിഗണിക്കാത്തതിന് പിന്നാലെ ഉത്തരാഖണ്ഡിൽ സ്വയം പാലം നിർമ്മിച്ച പ്രദേശവാസികൾ നദിക്ക് കുറുകെയുള്ള പാലം വേണമെന്നാവശ്യപ്പെട്ട് സമരപരിപാടികൾ നടത്താൻ തുടങ്ങിയിട്ട് വർഷം 10 ഫലം കാണാതായതോടുകൂടിയാണ് പാലം നിർമ്മിച്ചത്. बहुत बुरी स्थिति सर यार. വൈഎസ് അഭിനന്ദ വിവരങ്ങളുമായി ചേരുകയാണ്. വൈഎസ് അഭിനന്ദ, ഉത്തരാഖണ്ഡിലാണ് ഇങ്ങനെ ഒരു ജനകീയ ദൗത്യം നടന്നത് എന്നാണ് അറിയുന്നത്. 10 വർഷമായുള്ള അവരുടെ ആവശ്യമാണ്. അവസാനം മറ്റാരെയും കാക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നാട്ടുകാർ എത്തുകയായിരുന്നോ? മാധു, നാട്ടുകാർ സ്വയം അങ്ങ് ഇറങ്ങുകയായിരുന്നു അവരുടെ പാലം എന്നുള്ള അഭിലാഷത്തിന് വേണ്ടി, ആഗ്രഹത്തിന് വേണ്ടി. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ ഛത്ര നഗറിലെ കേദാർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഡെറാഡൂൺ എന്ന് പറഞ്ഞ ഉത്തരാഖണ്ഡിന്റെ തന്നെ തലസ്ഥാനമായ ഒരു പ്രദേശത്തെ ഒരു ഭാഗത്താണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. അവിടെ പാവപ്പെട്ട ജനങ്ങളാണ് കൂടുതലും. അത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ ഹരിതാഭ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഒരു നദി ഉള്ളത്. ആ നദിക്ക് കുറുകെ ആ ഒരു പാലം വേണമെന്ന് അവർ ദീർഘനാളായി ആവശ്യപ്പെട്ടിരുന്നു. അവർക്ക് കൃത്യമായി സ്കൂളിലെത്താൻ കഴിയുന്നില്ല, പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റുകളിലെത്താൻ കഴിയുന്നില്ല, ആശുപത്രിയിലെത്താൻ കഴിയുന്നില്ല. അങ്ങനെ പ്രധാനപ്പെട്ട സേവനങ്ങളെയൊക്കെ ആശ്രയിക്കാൻ എത്തേണ്ട നഗരത്തിലെത്താൻ കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ധാരാളം നിവേദനങ്ങൾ ഉത്തരാഖണ്ഡ് സർക്കാരിന് മുന്നിലും കോർപ്പറേഷന് മുന്നിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലും ആകെ എത്തിയിട്ടും ഒരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടാകാത്തതിനെ തുടർന്ന് എല്ലാവരും കൂടി ചേർന്നങ്ങ് ഇറങ്ങുകയായിരുന്നു. പരമാവധി തടി പലയിടത്തും ശേഖരിച്ചു. അങ്ങനെ ചേർന്ന് ഒരു പാലം അങ്ങ് നിർമ്മിച്ചു. ഈ പാലം ഇപ്പോൾ അവർ തന്നെ ജനകീയ സമിതി ചേർന്ന് ഉദ്ഘാടനം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. 3 ദിവസത്തിനകം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ആരുടെയും ഒരു തരത്തിലുള്ള അംഗീകാരമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സഹായമോ തങ്ങൾക്ക് വേണ്ട എന്നവർ ഉറച്ച് പറയുകയാണ്. ഒരു ജനകീയ സമിതി രൂപീകരിക്കുന്നു, ഒരുമിച്ച് ഒരു പാലത്തിന് വേണ്ടി അങ്ങ് ഇറങ്ങി. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മാധു, ശരി, വൈഎസ് അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. പക്ഷേ അത് അവർക്ക് ദീർഘകാലത്തേക്കുള്ള ഒരു പരിഹാരവുമൊന്നുമല്ല. 10 വർഷമായി ഔദ്യോഗികമായി നടപ്പിലാകാത്തൊരു കാര്യം അവർ സ്വന്തമായി അങ്ങ് ചെയ്തു എന്നതാണ്.